പുതിയൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ദിവസത്തിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വഴികളെയും പ്രവർത്തനങ്ങളെയും ദൈവത്താൽ ഭരിക്കപ്പെടേണ്ടതിന് ദൈവ കൃപയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. തനിമയിലേക്ക് എന്ന ഈ പഠനത്തിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 127 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ സത്യം, ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, ജീവിതം, അധ്വാനം എല്ലാം അർത്ഥശൂന്യമാകും. എന്നാൽ തൻ്റെ പ്രിയനോ മനുഷ്യൻ അതിരാവിലെ എഴുന്നേറ്റ് താമസിച്ച് കിടക്കാൻ പോയി കഠിനമായി അധ്വാനിച്ചുണ്ടാക്കുന്ന ആ അധ്വാനമൊക്കെയും വൃഥാവായി പോകുന്ന ഒരു കാഴ്ച. അതേസമയം മറ്റൊരു കാഴ്ച നമ്മൾ കാണുന്നു, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയനായവൻ അവൻ ചെയ്യുന്ന കഠിന അധ്വാനം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, തൻ്റെ രാജാവിന് വേണ്ടിയുള്ളതാണ്, തൻ്റെ ഉടയവന് വേണ്ടിയുള്ളതാണ്. തനിക്ക് വേണ്ടിയല്ല താൻ ഒന്നും ചെയ്യുന്നതും ഒന്നും നേടുന്നതും ഒന്നും പ്രവർത്തിക്കുന്നതും. ഏത് പ്രവൃത്തി ചെയ്താലും മനുഷ്യനെന്നല്ല ദൈവത്തിനെന്ന പോലെ ചെയ്യുക. ഒരു കഴിവും ഇല്ലാത്ത ആളുകളും എന്തെല്ലാം സൽപ്രവൃത്തികളാണ് ചെയ്യുന്നത്. കൊച്ചു ക്ലാസ്സിൽ പഠിച്ച ഒരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. ചിയാങ് കൈഷക് എന്ന ഒരു എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരു ബാലൻ്റെ കഥ. അവൻ്റെ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. നിരങ്ങിയാണ് അവനൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നത്. നടക്കാനുള്ള ശേഷിയില്ല. കൂട്ടുകാരൊക്കെ കളിച്ച് തിമിർക്കുമ്പോൾ അവൻ തൻ്റെ കഴിവില്ലായ്മയിൽ പരിതപിച്ച് ജീവിതത്തെ നിസ്സാരമാക്കുകയല്ല ചെയ്തത്. തന്നാലാവുന്നത് ചെയ്ത ഒരു ബാലൻ. അവൻ തൻ്റെ വീടിൻ്റെ സമീപയുള്ള പാതയോരത്ത് വൃക്ഷത്തിൻ്റെ തണൽ വൃക്ഷങ്ങളുടെ വിത്തുകൾ കൊണ്ട് പാകി. റോഡിൻ്റെ ഇരുവശവും വൃക്ഷങ്ങൾ വളർന്നു വഴിയാത്രക്കാർക്ക് നല്ല തണുപ്പ് കിട്ടി. ആ തണുപ്പ് കിട്ടുവാൻ കാരണമായത് ഈ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന പ്രചോദനമാണ്. തൻ്റെ ജീവിതത്തിൽ ശാരീരികമായി ഭൗതികമായി തനിക്ക് കഴിവൊന്നുമില്ല, പക്ഷേ തനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുവാൻ സാധിക്കും. ആ സാധ്യതയെ ഉപയോഗിച്ചുകൊണ്ട് ഈ തണൽ വൃക്ഷങ്ങളുടെ വിത്തുകൾ നട്ട് ജീവിതം അർത്ഥവത്താക്കി തീർത്ത ഒരു ബാലനെക്കുറിച്ച് പ്രൈമറി സ്കൂളിൽ പഠിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പോൾ ജീവിതം അർത്ഥവത്താക്കി തീരുന്നത് നമ്മളുടെ അധ്വാന ഫലം കൊണ്ട് മറ്റുള്ളവരെ
ഉയർത്തുവാനായിട്ട് സഹായിക്കുവാൻ നാം ശ്രമിക്കുമ്പോഴാണ്. എന്നാൽ അതേസമയം നാം നമ്മളെ തന്നെ ഉയർത്തുവാനായിട്ട് ശ്രമിച്ചാൽ അത് നിരർത്ഥകമായി തീരും. ഒരു ഉദാഹരണം നമുക്ക് അറിയാം. നാം ഇപ്പോൾ ആരും തറയിലൊന്നും ഇരിക്കുന്നവരില്ല, എല്ലാവരും കസേരയിലിരിക്കുന്നവർ. നമ്മുടെ കസേരയിൽ ഇരുന്ന് നമുക്ക് തന്നെ നമ്മുടെ കസേരയെ പൊക്കാൻ ആർക്കും സാധിക്കുകയില്ല. മറ്റൊരാൾ ഉയർത്തിയെങ്കിൽ മാത്രമേ ഞാൻ ഉയർത്തപ്പെടുകയുള്ളൂ. നമ്മൾ ജനനേതാക്കളെയൊക്കെയും ജനങ്ങൾ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നത് കാണാം. അവരോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും കാണിക്കുവാനായി. പക്ഷേ ആ നേതാവിനെ തൻ്റെ കസേരയിൽ തന്നെ ഉയർത്തിക്കൊണ്ട് പോകുവാനായിട്ട് സാധിക്കില്ല. താൻ ഒരു നേതാവായി തീർന്നത്, ജനനായകനായി തീർന്നത് തൻ്റെ ജീവിതത്തെ തൻ്റെ ത്യാഗത്താൽ മറ്റുള്ളവർക്ക് പ്രയോജനം ഉള്ളവരാക്കി തീർത്തതുകൊണ്ട്. അപ്പോഴാണ് മനുഷ്യൻ ദൈവത്തിന് പ്രിയനാകുന്നത്. എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് നേടുവാൻ കഴിഞ്ഞു? എന്താണ് എനിക്ക് പറയുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരം പറയുവാൻ ഉള്ളത്? ഞാൻ തനിയെ അധ്വാനിച്ച് ജീവിതത്തിൽ ഉയരുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം എന്നോട് ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ എവിടെ? എൻ്റെ കൂടെയുണ്ട്, ഒത്തൊരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുവാൻ ഉള്ള മനസ്സൊരുക്കം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യമുണ്ട്. 2 or 3 പേര് ഒന്നിച്ചു വരുമ്പോഴാണല്ലോ ദൈവ സാന്നിധ്യം അവിടെ പ്രകടമാകുന്നത്. മറ്റുള്ള സഹജീവികളുടെ സഹകരണം ഇല്ലാതെ തനിക്ക് തന്നെ നന്മ ചെയ്യുവാൻ, തൻ്റെ ജീവിതത്തെ തന്നെ ഉയർത്തുവാൻ നാം ശ്രമിച്ചാൽ അത് നിഷ്പ്രയോജനം ആയിത്തീരും. കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് പഠിപ്പിച്ചു തന്ന ഒരു വലിയൊരു സത്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുന്ന ആളുകൾ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടെ തങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുമെന്നുള്ള ആ ചിന്തയിൽ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവർക്ക് ദൈവസന്നിധി പല അവകാശവാദങ്ങൾ ഉയർത്തുവാനുണ്ട്. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അത് ചെയ്തു, ഇത് ചെയ്തു. ഒരു നല്ലൊരു പട്ടിക ദൈവസന്നിധിയിൽ അവർക്ക് ബോധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, ദൈവനാമത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ. പക്ഷെ കർത്താവ് തിരിഞ്ഞ് അവരോട് പറയുന്ന വാചകം ഏറ്റവും നിരാശാജനകമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേൻ എന്ന് തീർത്ത് പറയും. ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കർത്താവിന് അവരോട് പറയാനുള്ളത്, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചെയ്തു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടുമില്ല, നിങ്ങളെ കേട്ടിട്ടുമില്ല, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു വിവരവുമില്ല. മാത്രമല്ല അവരെ വിളിക്കുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെന്നാണ്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിത ഭാരവുമായി അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന് നമ്മെ എങ്ങനെയായിരിക്കും വിളിക്കുവാൻ, സംബോധന ചെയ്യുവാൻ കഴിയുക? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് വിളിക്കുവാൻ ഇടയാകുമോ? അതോ എൻ്റെ
നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുമോ? വിശ്വസ്തൻ ആകുന്നത് വിശ്വസ്തത കാക്കേണ്ട പ്രമാണങ്ങളെ നാം അനുസരിക്കുമ്പോഴാണ്. എവിടെയാണ് നമ്മുടെ വിശ്വസ്തത നമ്മൾ കാക്കേണ്ടത്? അത് മറ്റ് സംശയമൊന്നുമില്ല. 17 സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. ഇന്ന് ദൈവവചനത്തിനുള്ള പ്രസക്തി എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശോധന ചെയ്യാം. നമ്മുടെ ഭവനങ്ങളിൽ ദൈവവചനത്തിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട്? നമ്മുടെ സമൂഹത്തിൽ ദൈവവചനത്തിൻ്റെ പ്രസക്തി എത്രത്തോളം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു? എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. കർത്താവോടെ ഉപമയിലെ വീട് പണിയുന്ന 2 ആളുകളെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. പാറമേൽ വീട് പണിത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പണി അത്ര എളുപ്പമൊന്നുമല്ല. ആയാസം നിറഞ്ഞ, കഷ്ടത നിറഞ്ഞ പ്രവർത്തനങ്ങളാണ്. അതേസമയം വേറെ ഒരു വ്യക്തി വീട് പണിതു. അത് മണലിന്മേൽ വീട് പണിതു. അടിസ്ഥാനം ഇട്ടപ്പോൾ തന്നെ ആയാസരഹിതമായ ജീവിതം തിരഞ്ഞെടുത്ത വ്യക്തി മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് തുല്യമാണെന്ന് കർത്താവ് പറയുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ഉറപ്പുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനം അത് കുരിശെടുത്തുകൊണ്ട്, കഷ്ടത സഹിച്ചുകൊണ്ട് കർത്താവിനെ പിന്തുടരുക. തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മെ യോഗ്യരാക്കുന്നത് ക്രിസ്തുവിനെ നാം പിന്തുടരുമ്പോഴാണല്ലോ, ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ ജീവിതം ആയാസം ഇല്ലാത്തതായിരുന്നില്ല, ക്ലേശകരമായിരുന്നു. തൻ്റെ ജനനം മുതൽ മരണം വരെ ക്ലേശം നിറഞ്ഞതായിരുന്നു. ആ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഓർപ്പിക്കുക. അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം അവന് നൽകി. എന്തുകൊണ്ട്? അവൻ തന്നെത്താൻ താഴ്ത്തി. മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുവാനും, നിന്ദിക്കപ്പെടുവാനും, ഉപദ്രവിക്കപ്പെടുവാനും, ഏകാന്തത അനുഭവിക്കുവാനും ഒക്കെയും അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ പൂർവിക അവസ്ഥ എന്തായിരുന്നു? ദൈവത്തോടുള്ള സമത്വത്തിൽ ഇരുന്നവൻ. അവൻ ഭൂമിയിലേക്ക് വന്നു. ഇതൊന്നും കെട്ടുകഥയല്ല, പ്രായോഗിക ജീവിതത്തിൽ നാം കേട്ട് അനുകരിക്കേണ്ട സത്യങ്ങളാണ്. ജീവിതത്തിൽ ഉയർച്ച വേണം. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ജ്ഞാനമോ ഒന്നും നമ്മളെ സഹായിക്കുന്നില്ല. എന്തോ ഒരു മിഥ്യാധാരണയാണ് നമ്മൾക്കൊക്കെയും കൈവശമായിരിക്കുന്നത്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുകയില്ല. മറ്റെങ്ങോ ആണ് നമ്മൾ ഉയർച്ചയ്ക്ക് നിദാനമായിരിക്കുന്ന സത്യങ്ങൾ അല്ല. ദൈവം നമ്മെ തൻ്റെ ജ്ഞാനത്തിലും തൻ്റെ അറിവിലും
നാം ആയിരിക്കേണ്ട സ്ഥാനത്താക്കി വച്ചിരിക്കുന്നത്. നമുക്ക് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധങ്ങളെ പവിത്രമായി കാത്തു സൂക്ഷിക്കുവാൻ ദൈവം തന്നെ നമുക്കുള്ള ബന്ധുജനങ്ങളെയും തിരഞ്ഞെടുത്ത് തന്നിരിക്കുക. ദൈവം തന്നവയെ വേർപിരിക്കുവാൻ നാം ശ്രമിക്കാതെ ആയാസരഹിതമായ ജീവിതത്തിന് വേണ്ടി ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ നാം ശ്രമിക്കുന്നത് നിഷ്പ്രയോജനമാണ് എന്ന് ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഓർക്കാം. എപ്പോഴാണ് മണലിന്മേൽ പണിത വീടിനും പാറമേൽ പണിത വീടിനും ഭീഷണി ഉണ്ടായത്? കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളം പൊങ്ങി, ആ വീടിന്മേൽ ആർത്ത് അലച്ചു. ആ വീടിന്മേൽ ആർത്തലച്ചപ്പോൾ മണലിന്മേൽ പണിത വീട് നിലം പരിച്ചായി. അതുവരെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പാറമേൽ പണിത വീടോ സുസ്ഥിരമായി നിന്നു. പാസ്റ്റർ KC ജോൺ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ 8 നിലയുള്ള കെട്ടിട സമുച്ചയത്തിൻ്റെ മുകളിൽ നിന്നും ഒരു മനുഷ്യൻ എടുത്തു ചാടിയപ്പോൾ താഴെയുള്ള ഓരോ നിലയിലുള്ള ആളുകളും ഇത് കണ്ട് നിലവിളിക്കുക. 1-ാം നിലയിൽ ഈ മനുഷ്യൻ വന്നപ്പോൾ ജനലിൽ കൂടെയും വാതിലിൽ കൂടെയും കണ്ട മനുഷ്യൻ അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചു. അപ്പോൾ എടുത്തു ചാടിയ മനുഷ്യൻ പറഞ്ഞു, ഓ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. 2-ാം നിലയിലും ഇത് തന്നെ ആവർത്തിച്ചു. 3-ാം നിലയിലും 4-ാം നിലയിലും എല്ലാം അതേ ആവർത്തനമാണ്. അപ്പോൾ ആ ചാടിയ മനുഷ്യൻ്റെ മനസ്സിലെ ചിന്ത താൻ സുരക്ഷിതരാണ്. 8-ാം നിലയിൽ നിന്നും എടുത്ത് ചാടിയെങ്കിലും താൻ സുരക്ഷിതരാണ്. പക്ഷേ അവൻ നിലത്ത് തറയിൽ വീണപ്പോഴാണ് അവൻ വിവരം അറിയുന്നത്. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി. സാത്താൻ്റെ വലിയ പ്രലോഭനത്തിൻ്റെ ആ സ്വാധീനത്തെ കാണിക്കുവാനാണ് ഈ സാധാരണയായി നമ്മൾ ഈ കഥ പറയാറുള്ളത്. ദൈവകൽപ്പനകളെ വിട്ട് ദൈവം നമുക്ക് വച്ചിരിക്കുന്ന നിബന്ധനകളെ അവഗണിച്ച് നമ്മുടെ ഉയർച്ചയ്ക്കായി, നമ്മുടെ സന്തോഷത്തിനായി, നമ്മുടെ അഭിവൃദ്ധിക്കായി നാം ഓരോരോ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ, ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവത്തിൻ്റെ ദയയെയും ദൈവത്തിൻ്റെ ദീർഘക്ഷമയെയും പരീക്ഷിക്കാതെ അവസാനം വന്ന് ഭവിക്കുന്ന നാശത്തെക്കുറിച്ച് ഓർത്ത് ഭയന്ന് ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിയുവാൻ ഈ നോയമ്പ് കാലം നമുക്ക് സഹായമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഠിന പ്രയത്നം ചെയ്യുന്നതും അധ്വാനിക്കുന്നതും വ്യർത്ഥമാണ് എന്ന് തിരുവചനം ഓർപ്പിക്കുകയാണ്. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. തൻ്റെ പ്രിയൻ ആയ വ്യക്തി അലസനായിരുന്നു കൊണ്ട് പ്രതിഫലം വാങ്ങുകയല്ല, സന്തോഷത്തോടെ ദൈവകൽപ്പനകളെ ഏറ്റെടുക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം മൃദുവാണ്, അവൻ്റെ ചുമട് ലഘുവാണ് എന്ന് ജീവിതത്തിൽ മനസ്സിലാക്കി മുൻപോട്ട് ഗമിക്കുന്നവനാണ് തൻ്റെ പ്രിയനായവൻ. അവനത് ഉറക്കത്തിൽ കൊടുക്കും. അവനെ ആഗ്രഹിക്കുന്ന അന്ത്യത്തിൽ അവൻ എത്തുവാനായിട്ട് കഴിയും. ശുഭകാലം അവനെ കാത്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിത പ്രയാണം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഏത് വഴിയാണ് നാം തിരഞ്ഞെടുക്കുന്നത്? കർത്താവിനോട് ചേർന്ന് കുരിശെടുക്കുവാനാണോ? അവനോട് ചേർന്ന് അവൻ്റെ മുഖം വഹിക്കുവാനാണോ? അതോ സ്വതന്ത്രനായി ആയാസരഹിതമായ ജീവിതത്തിൽ കൂടെ എന്തൊക്കെയോ നേടാം എന്നുള്ള ദിവാസ്വപ്നത്തിൽ മുൻപോട്ട് പോകുന്നവരാണോ?
ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം.